ഇന്ന് നമുക്ക് രണ്ടുപേരാണ് അവിടെ അമ്പലത്തിലേക്ക് നിന്നും യാത്രയയപ്പ് നൽകുന്നത്. ഈ യാത്രയയപ്പ് യോഗം ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന ലഭിക്കുന്നതിന് വേണ്ടി അച്യുതയെ ക്ഷണിക്കുക. ഈശ്വരാ ജഗന്നായക എനിക്കാശ്രയമാകനിത്യവും ദ്രോഹചിന്തകൾ നീക്കി ഞങ്ങൾ സ്നേഹവാത്സല്യം തോന്നുന്നു. നമ്മുടെ മറ്റു സുഹൃത്തുക്കൾ ഉദ്യോഗസ്ഥരെല്ലാം ഇന്ന് 37 വർഷങ്ങൾക്ക് ശേഷം സർക്കാർ സർവീസിൽ നിന്നും വിരമിക്കുന്ന ക്ലീറ്റസ് സാർ, അതുപോലെ തന്നെ 17 വർഷങ്ങൾക്ക് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന റോയ് മോൻ ചേട്ടൻ, ഇവർ രണ്ടുപേരും നമ്മുടെ ഈ എറണാകുളം ജില്ലയിലെ ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ ഓഫീസിലും അതുപോലെ തന്നെ റോയ് ചേട്ടൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലും വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ഒന്നിച്ച് ചെയ്തിട്ടില്ലെങ്കിലും ഇവരുടെ ഇടപെടലിലൂടെ തന്നെ ഇവരുടെ സ്വഭാവങ്ങളും അതുപോലെ തന്നെ ഇവരുടെ ജോലിയും തന്നെ ക്ലീറ്റസ് സാറായിട്ട് 2013 ഞാൻ ഒരുമിച്ച് 2 മാസക്കാലം വർക്ക് ചെയ്യുന്നത്. സാർ തൃശ്ശൂർ ആചാര്യ സാറ് FDAയിൽ വർക്ക് ചെയ്യാണ്. എന്നാൽ തൃശ്ശൂർ ഓഫീസിൽ മുഴുവൻ കാര്യങ്ങൾ ആ FDAയിൽ ഡെപ്യൂട്ടേഷനിലാണെങ്കിൽ പോലും ആ ഓഫീസിൻ്റെ നിയന്ത്രണം പോലും ക്ലീറ്റസ് സാറിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ സാർ ചെയ്തത്. വളരെ നന്നായി ഓരോ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഓഫീസിനെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഒന്നുകൊണ്ട് തന്നെ സാറിലൂടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴും സാറിൻ്റെ ഓരോ ഫയലും മഹേഷ് സാർ പറഞ്ഞതുപോലെ തന്നെ ഓരോ ഫയലുകളും വളരെ കൃത്യമായി പഠിച്ചുകൊണ്ട് തന്നെ നോക്കാതെ വളരെ കൃത്യമായി ഡിപ്പാർട്ട്മെൻറ്റിനെ സേവിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിട്ട് സാറ് പ്രവർത്തിച്ചിട്ടുണ്ട്. 37 വർഷത്തെ സർവീസിന് ശേഷം സാറ് ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. അതുപോലെ തന്നെ റോയ് മോൻ വരുമ്പോൾ ഇവിടെ DD ഓഫീസിലാണ് ഉണ്ടായിരുന്നത്. റോയ് മോനൊപ്പം നാളുകളിലാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. റോയിലുമായിട്ട് വളരെ സൗഹൃദമായി ഞങ്ങളൊരു നാട്ടുകാർ കൂടിയാണ് തന്നെ വളരെ ബഹുമാനപ്പെട്ട ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ വിശിഷ്ടാതിഥികളായ ക്ലീറ്റസ് സർ, റോയ് മോൻ, ജോയിന്റ് ഡയറക്ടർ മഹേഷ് സർ, സ്റ്റാഫ് കൗൺസിലിലെ അംഗങ്ങളെ, ക്ലീറ്റസ് സാറിൻ്റെ കുടുംബാംഗങ്ങൾ, റോയ് മോൻ്റെ കുടുംബാംഗങ്ങൾ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഇവർ രണ്ടുപേരും ഞാൻ വളരെ കുറച്ച് ഓഗസ്റ്റിലാണ് ഇവിടെ വന്ന വർഷം, വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ ഞാൻ ഇവിടെ വന്നിട്ട്. 1 വർഷം തികയുന്നേ ഉള്ളൂ. ക്ലീറ്റസ് സാർ ഈ അടുത്താണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പോൾ ക്ലീറ്റസ് സാറിനെ എനിക്കറിയാം, ഒരുപാട് കേട്ടിട്ടുണ്ട്. അതായത് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ കാര്യങ്ങൾ അറിയാവുന്ന ചുരുക്കം, അതായത് എല്ലാ കാര്യങ്ങളും കുറിച്ചും വലിയ ഗ്രാഹ്യമുള്ള ആളുകളിൽ ചുരുക്കമാണ്. സമർപ്പിക്കുന്നതിന് വേണ്ടി ഫിഷറീസ് ജോയിന്റ് ഡയറക്ടറും സ്റ്റാഫ് കൗൺസിലിൻ്റെ ശാരീരികമായ ശ്രീ S. മഹേഷ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഉപഹാരം ഏറ്റുവാങ്ങാനായിട്ട് ക്ലീറ്റസ് സാറിനെ ക്ഷണിക്കും. സ്റ്റാഫ് കൗൺസിലിൻ്റെ ഒരു ഉപഹാരം കൂടി എത്തുന്നതിന് വേണ്ടി മഹേഷ് സാറിനെ ക്ഷണിക്കും. ശ്രീ റോയ് മോന് ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ബെൻസൺ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ റോയ് മോനെ ക്ഷണിക്കുക. സ്റ്റാഫ് കൗൺസിലിൻ്റെ ഒരു സ്നേഹോപഹാരം കൂടി ഇതോടൊപ്പം സമർപ്പിക്കുന്നതിന് വേണ്ടി ഡെപ്യൂട്ടി ഡയറക്ടർ ക്ഷണിക്കുന്നു. തുടർന്ന് മറുപടി പ്രസംഗമാണ്. പ്രിയപ്പെട്ട ജോയിന്റ് ഡയറക്ടർ മഹേഷ് സാർ, ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ ബെൻസൺ, ജയശ്രീ,
ഇന്നത്തെ എൻ്റെ ഒപ്പം റിട്ടയർ ചെയ്യുന്ന റോയ്മോൻ്റെ ഭാര്യ സൈജു, പിന്നെ എൻ്റെ സഹപ്രവർത്തകരെ, എൻ്റെ കുടുംബാംഗങ്ങളെ. ഞാനിപ്പോഴും നിൽക്കുമ്പോൾ സന്തോഷമാണോ ദുഃഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ വിഷമമൊക്കെ ഉണ്ട്. കാരണം 37 കൊല്ലം തുറന്നു വന്ന ഒരു ജീവിത രീതിയിൽ നിന്ന് നാളെ മുതൽ മാറ്റം വരികയാണ്. അതായത് എൻ്റെ തസ്തികയ്ക്ക് സ്ഥായിഭാവം വരികയാണ്. കാരണം ഇതുവരെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് എന്നുള്ളത് നാളെ പോകും. പക്ഷെ മുൻ എന്നുള്ളൊരു വാക്ക് എൻ്റെ കൂടെ ചേരും. അതൊരിക്കലും മാറില്ല. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് എത്ര കാലമായാലും അതങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ അങ്ങനെ സ്ഥായിഭാവം അതിന് വരികയാണ്. ഞാൻ 1987 സർവീസിൽ വരുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഓർഡർ വന്നു. ഗവൺമെൻറ് ഓർഡർ വന്ന് ഞാൻ ഓഫീസിൽ പോയി നേഴ്സിംഗ് പറഞ്ഞു, ഡിപ്പാർട്ട്മെൻറ്റ് ഓർഡർ വരണം, എന്നിട്ടാണ് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇത് പോയി ഒന്ന് അന്വേഷിക്കാം എന്നുള്ളതിൽ പോകാനായിട്ട് എനിക്ക് പോകാനറിയില്ല. കാരണം എനിക്ക് പരമാവധി എറണാകുളം വരെ വരാനുള്ള അറിവേ ഉള്ളൂ. കാരണം 19 വയസ്സാണ് അന്നുള്ളത്. അപ്പോൾ എൻ്റെ കുഞ്ഞച്ഛനാണ് ഇവിടെയുള്ളത്, എൻ്റെ അമ്മയുടെ സഹോദരൻ. അപ്പോൾ ആൾക്ക് കടയുണ്ട്, സ്വന്തമായിട്ട് കടയുണ്ട്, പുതിയതായിട്ട് അന്ന് തുടങ്ങിയിട്ടുള്ളതാണ്. പോരാൻ പറ്റില്ല എന്നറിയാം. ആ സമയത്ത് ആളെന്നെ പറയണ, നീ പേടിക്കണ്ട, ഞാൻ നിന്നെ കൊണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞച്ഛനാണ് എന്നെ കൊണ്ടാക്കി തന്നത്. അപ്പോൾ ഞാനിത് റിട്ടയർഡ് ചെയ്യുമ്പോൾ മാസങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ കുഞ്ഞച്ഛനടുത്ത് ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ടുവരാനും കുഞ്ഞച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് എൻ്റെ കുഞ്ഞച്ഛൻ വന്നിട്ട് പിന്നെ അമ്മ, പിന്നെ എൻ്റെ ഭാര്യ, മക്കള്, മരുമകൻ, എൻ്റെ മേമയുടെ മകൻ, ഇവരൊക്കെയാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും